ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മേര ഫാമിലി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്, ഞങ്ങൾ നാട്ടിലേക്ക് വരാൻ ഇനി 1 വീക്ക് കൂടെ ഉള്ളൂ. അതിന് മുന്നോടിയായിട്ട് ഇക്കാൻ്റെ ഷോപ്പിലൊന്ന് പോകണം. പിന്നെ പെരുന്നാളെല്ലാം വരുന്നു, മക്കളെ മുടി വെട്ടണം. പിന്നെ ഇക്കാൻ്റെ ഷോപ്പിൻ്റെ അടുത്ത് തന്നെയാണ് ബീച്ച് വരുന്നത്. അപ്പോൾ അന്ന് അവിടെ പോയപ്പോൾ നമ്മൾ സൂര്യാസ്തമയമെല്ലാം കഴിഞ്ഞിട്ടല്ലേ എത്തി. അപ്പോൾ ഇന്ന് അവിടെ എല്ലാം ഒന്ന് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇക്ക രാവിലെ ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ട്. ഞാനും മക്കളും എൻ്റെ നാത്തൂൻ്റെ മോന് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെയാണ് ഷോപ്പിലേക്ക് പോയത്. അങ്ങനെ ഞങ്ങൾ ഷോപ്പിൻ്റെ അടുത്തെത്തിന് ബസ്സിലാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അങ്ങോട്ട് എത്തിയപ്പോഴുള്ള വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഫുഡ് കഴിക്കുന്ന വീഡിയോ ആണ്. എത്തിയപാടന്നെ ഞങ്ങളൊരു ഭാഗത്തിരിക്കുകയായിരുന്നു. ഇക്ക ഫുള്ള് തിരക്കിലായിരുന്നു അവിടെ. അങ്ങനെ ഇക്ക ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് ഫുഡ് കഴിച്ചത്. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇക്കാനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇക്കാൻ്റെ ഒരു ഫ്രണ്ട്സ് വന്നിട്ട് രണ്ടാൾക്കും ചോക്ലേറ്റൊക്കെ കൊടുത്തിന്. ഞങ്ങളെ ഇവിടെ നിന്ന് കഴിച്ച ഫുഡ് അടിപൊളിയായിരുന്നു. ചെമ്മീൻ ചോറും ചിക്കൻ ബിരിയാണിയാണ് കഴിച്ചത്. പണ്ടെല്ലാം കല്യാണത്തിനൊക്കെ പോകുമ്പോൾ നല്ല ബിരിയാണി ഉണ്ടാവില്ല, ചിക്കൻ ബിരിയാണി. ഇപ്പോഴത്തെ ബിരിയാണിയല്ല, പണ്ടൊക്കെ ഉണ്ടായിരുന്ന ബിരിയാണി അതേ ടേസ്റ്റാണ് ഇവിടുത്തെ ബിരിയാണി. അങ്ങനെയൊക്കെ ഫ്രീ ആയിട്ട് വന്ന് ഇക്ക ഇന്നവിടെ ലാസ്റ്റ് ഡേ ആണ്. ഇനി നാട്ടിൽ വന്ന് തിരിച്ച് ഇങ്ങോട്ട് വന്നിട്ട് ഡ്യൂട്ടി കയറും. അങ്ങനെ ഞങ്ങൾ ആദ്യം തന്നെ മക്കളെ മുടി വെട്ടിക്കാനാണ് പോയത്. അത് കഴിഞ്ഞിട്ട് നേരെ ബീച്ചിൽ പോയി. അവിടെ നിന്ന് നടക്കാനുള്ള ദൂരം തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഈ പാലെല്ലാം മുന്നേ ഉള്ളൊരു വീഡിയോയിലുണ്ട്. അന്ന് നൈറ്റ് ആയതുകൊണ്ട് ലൈറ്റൊക്കെ ആയിരുന്നു. ഫുൾ ആൾക്കാർ ഇവിടെ എല്ലാം ഫോട്ടോ എടുക്കാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. എൻ്റെ മുന്നത്തെ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും. അപ്പോൾ ഇവിടെ എല്ലാം കുറച്ച് കഴിയുമ്പോൾ ഒരുപാട് ആൾക്കാർ വന്നിരിക്കും. അതുപോലെ തന്നെ കുട്ടികളൊക്കെ ഒരുപാട് ഇവിടെ ഫുട്ബോൾ കളിക്കാനും പിന്നെ സൈക്കിൾ ചവിട്ടിയിട്ടൊക്കെ ഒരുപാട് കുട്ടികളുണ്ടാവും. വെയിൽ ആറി തുടങ്ങുമ്പോഴേക്ക് ഓരോരുത്തരായിട്ട് അങ്ങനെ വരും. എൻ്റെ മക്കൾക്ക് ഇതുപോലൊരു സ്ഥലം കണ്ടാൽ മതി, ഭയങ്കര ഇഷ്ടമാണ്. കുറേ ആയിട്ട് റൂമിൽ ഇങ്ങനെ ഇരിക്കില്ലേ ചടഞ്ഞൂടി. ഇവിടെ ആകുമ്പോൾ കുറേ ഓടിക്കളിക്കാന്നൊക്കെ പറഞ്ഞിട്ട് അവരെല്ലാം പള്ളിയിൽ പോയി. ഞാനും അവനൂടെ ഇവിടെ ഇരുന്നതായിരുന്നു. അപ്പോൾ ഞാനൊന്ന് ഓടിക്കളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കളിക്കായിരുന്നു. ഈ മരത്തിൻ്റെ ഇടയിലൂടെ റോഡിൻ്റെ അപ്പുറട്ടോ ബീച്ചാണ് കേട്ടോ, കടലാണ് ആ കാണുന്നത്. ഇവിടെ ഇതേപോലെ ഇങ്ങനെ ഇരിക്കാനുള്ള കുറച്ച് സെറ്റപ്പൊക്കെ ഇടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ അവർ അസർ നമസ്കാരമെല്ലാം കഴിഞ്ഞ് പള്ളിയിൽ പോയി വന്ന് ഞങ്ങളിത് വീണ്ടും ബീച്ചിൻ്റെ അങ്ങോട്ട് നടക്കുകയാണ്. ബീച്ചിൽ പോകുക പറഞ്ഞാൽ മക്കൾ ഭയങ്കര സന്തോഷമാണ്. ഇക്കാൻ്റെ ചാട്ടം നോക്കണ്ട, ഇക്ക പിന്നെ ഇന്ന് ലാസ്റ്റ് ഡ്യൂട്ടിയല്ലേ, അതിൻ്റെ ഒരു സന്തോഷമാണ് ആക്ക്. ഞാനിങ്ങനെ വിചാരിക്കുക, ഇവിടെല്ലാം എന്തോ ഒരു ശാന്തമായിട്ടുള്ളൊരു ഏരിയ, സൗണ്ടോ ബഹളങ്ങളോ ഒന്നുമില്ലാത്ത നല്ലൊരു നമ്മളെ നാട്ടിലെ പോലെയല്ലല്ലോ അല്ലേ. അങ്ങനെ ഞങ്ങൾ നടന്ന് ബീച്ചിലേക്ക് എത്തിയിട്ടുണ്ട്. കണ്ടില്ലേ, ബീച്ചും അങ്ങനെ തന്നെ തിരമാലൊന്നും അടിക്കാത്തൊരു ശാന്തമായിട്ടുള്ള ബീച്ച്. ഇവിടെയൊക്കെ ഓരോരുത്തരായിട്ട് മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ. മക്കളിത് അങ്ങോട്ട് ഓടി. ആരെങ്കിലും മീൻ പിടിക്കണ കണ്ടാൽ പിന്നെ ഞങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞാലും ഞങ്ങളെ കൂടെ വരില്ല, മീൻ പിടിക്കുന്നത് നോക്കിയിരിക്കും. കുറച്ച് സമയം ഞങ്ങളും നോക്കി നിന്നു. അന്ന് വന്നപ്പോഴേ സൂര്യൻ അസ്തമിക്കുന്നൊന്നും കണ്ടില്ല. ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നത് കണ്ടു, പക്ഷേ അത്രയ്ക്കൊരു ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ഈ തലക്കന്ന് അങ്ങോട്ട് കുറേ നടക്കാനുണ്ട്. അങ്ങോട്ടേക്ക് പോയി വിചാരിച്ചിട്ട് അങ്ങോട്ട് നടക്കുകയാണ്. ബീച്ചിലേക്ക് ആളുകൾക്ക് വരാൻ തുടങ്ങുന്നേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ ഈ യുദ്ധത്തിൻ്റെ ഒക്കെ ഒരു പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഇന്നാളെ വന്ന പോലെയുള്ള ആളുകളൊന്നുമില്ല, കുറവ് തന്നെയാണ്. പിന്നെ ഇങ്ങനെ വിമാനമായിട്ടും ഹെലികോപ്റ്ററായിട്ടും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. പിന്നെ ബീച്ചിലും തന്നെ നോക്കാൻ ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ ചെറിയ മോന് വന്നപാട് തന്നെ വെള്ളത്തിലിറങ്ങി. അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ ഇറങ്ങാൻ സമ്മതിച്ചില്ല, ഇനി പോകുമ്പോൾ ഞാൻ ഇറങ്ങുന്നു. അങ്ങനെ അവൻ ഡ്രസ്സെല്ലാം മാറ്റി വെള്ളത്തിൽ കളിക്കാൻ തുടങ്ങി. മറ്റാൾക്ക് പിന്നെ അങ്ങനത്തെ ഇഷ്ടങ്ങളൊന്നുമില്ല. അവനിത് ബീച്ചിലൊക്കെ സെർച്ച് ചെയ്യാണ്. പിന്നെ അവൻ്റെ അക്വേറിയത്തിൽ ഇടാൻ പറ്റിയ എന്തെങ്കിലും ഉണ്ടോ നോക്കി നടക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയമല്ലോ അവിടേക്ക് നിന്നത് കണ്ടോ, ഹെലികോപ്റ്റർ തെലുങ്കും വിലങ്കും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പം അവിടെ ഒരാൾ വന്നിട്ട് എല്ലാവരും ബീച്ച് വെള്ളത്തിൽ നിന്ന് കയറാൻ പറഞ്ഞു. അങ്ങനെ കൂട്ടത്തോടെ എല്ലാവരും കയറി.
അങ്ങനെ ഓരോരുത്തരായിട്ട് ബീച്ചിൽ നിന്ന് പോയി തുടങ്ങി. അങ്ങനെ ഞങ്ങളും പോന്നു. ഇനി ഞങ്ങൾക്ക് ഫുഡ് കഴിച്ചിട്ടാണ് റൂമിലേക്ക് പോകാൻ. ഫോണിൽ തീരെ ചാർജ് ഉണ്ടായിരുന്നില്ല. ചില വീഡിയോകളൊന്നും ഞാൻ എടുത്തിട്ടില്ല, ഫുഡ് കഴിക്കുന്ന വീഡിയോ എടുത്തിട്ടൊന്നുമില്ല. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ ആയി കാണുന്നവരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.